ഭക്ഷണം കഴിക്കുന്നു നാം എല്ലാവരും. ഭക്ഷണം കഴിച്ച് അത് ദഹിച്ച് ശേഷം ഖളാഉൽ ഹാജത്തിന് ടോയ്ലറ്റുകളിലേക്ക് ചെല്ലും. അവിടെയും ധാരാളം സുന്നത്തുകൾ നമ്മൾ പാലിക്കണം. അള്ളാഹു ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് അവിടെ സാധിക്കുന്നത്. പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് ബിസ്മി കൊണ്ട് തുടങ്ങി പിന്നെ കാവലിനെ തേടുകയാണ്. ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും കാവലിനെ തേടിക്കൊണ്ട് ബിസ്മി ചൊല്ലി കടന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾക്കും പിശാചികൾക്കും ഇടയിലായി ഒരു മറ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുതരുമെന്നാണ്. വലിയ കാവൽ ലഭിക്കാൻ ഈ ദിക്ർ നാം പതിവാക്കണം. രണ്ടാമത്തെ കാര്യമാണ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇടത് കാല് വെച്ചിട്ടാണ് നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കേണ്ടത്. നല്ല സ്ഥലങ്ങളിലേക്കല്ലാത്ത എല്ലായിടങ്ങളിലേക്കും ഇടത് കാലാണ് മുന്തിക്കേണ്ടത്. നല്ല ഇടങ്ങളിലേക്ക് നാം വലത് കാല് മുന്തിച്ച് പ്രവേശിക്കണം. അതുപോലെ തന്നെ ഖളാഉൽ ഹാജത്തിൻ്റെ ഇടക്ക് സംസാരം നാം ഉപേക്ഷിക്കുക. ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ആവാതിരിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ ടോയ്ലറ്റ് സംവിധാനം ചെയ്യുമ്പോൾ ഒരിക്കലും ഖിബിലക്ക് അഭിമുഖമായോ അല്ലെങ്കിൽ പിന്നിട്ടോ ഒരിക്കലും തയ്യാറാക്കരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇരുന്നു കൊണ്ടായിരിക്കുക മലമൂത്ര വിസർജനം നടത്തുന്നത്. നിന്ന് മൂത്രമൊഴിക്കൽ അതൊരിക്കലും നല്ല ഒരു ശൈലിയല്ല. പ്രയാസങ്ങളോ രോഗങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോൾ ഒഴികെ ഇടത് കൈ കൊണ്ട് തന്നെ വൃത്തിയാക്കി ശേഷം അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് കാല് മുന്തിക്കുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി പറയേണ്ട സമയമാണ്. വലിയ ഒരു അനുഗ്രഹമാണ് ലഭിച്ചത്. നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞുകൂടിയ മാലിന്യങ്ങളെല്ലാം നീങ്ങിപ്പോയി. ഗുഫ്രാനക്, എന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു റബ്ബേ. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നറിയില്ല. അൽഹംദുലില്ലാഹില്ലദീ അസ്ഹബ അന്നിയൽ അദാ വഅഫാനി, എന്നിലുണ്ടായിരുന്ന മുഴുവൻ മ്ലേച്ഛതകളും തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങി നല്ലൊരു ഉന്മേഷം എനിക്ക് കൈവന്നിരിക്കുന്നു. അള്ളാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് നാം പുറത്തിറങ്ങുക. ഇതെല്ലാം വലിയ സുന്നത്തുകളിൽപ്പെട്ടതാണ്. നാം ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.